Yes, welcome back to Race Education. So, ഒരേ ദിവസം കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും എക്സാം എഴുതാൻ പോവാണ് നിങ്ങൾ. അപ്പോൾ നമ്മൾ രണ്ട് എക്സാം എഴുതുന്ന സമയത്ത് അതിൽ എന്തൊക്കെ പോയിന്റുകൾ പഠിച്ചിട്ടാണ് നമ്മൾ എക്സാമുകളിലേക്ക് എൻ്റർ ചെയ്യാവൂ എന്ന് അറിയണം അല്ലേ? അപ്പോൾ ഫുൾ മാർക്ക് ഉറപ്പിക്കാനുള്ള പോയിന്റുകൾ ആദ്യത്തെ ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ഏതൊക്കെ പോയിന്റുകൾ? യെസ്, ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ മോൾ കാൽക്കുലേഷൻ പഠിക്കണം, ലിമിറ്റിംഗ് റിയേജന്റ് പഠിക്കണം. നെക്സ്റ്റ് ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഡെഫിനിഷനും അതിന്റെ പ്രോബ്ലംസും പഠിക്കുക. പ്രോബ്ലംസ് പഠിക്കുമ്പോൾ NCERT-യിലെ ഇൻഡെക്സ് പ്രോബ്ലംസ് വിട്ടുപോകരുത്, സോൾവ്ഡ് പ്രോബ്ലംസ് വിട്ടുപോകരുത്. സോൾവ്ഡ് പ്രോബ്ലംസ് ഡിജിറ്റ് പോലും മാറാതെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ, എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല. സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഉറപ്പിക്കാം നിങ്ങൾക്ക്. മൊളാലിറ്റിയുടെ ഡെഫിനിഷൻ പഠിക്കണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് പഠിക്കണം. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് സ്ഥിരമായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫിസിക്സിൽ പഠിക്കുന്നതാണ്, സോ 1 മാർക്കിന് ചോദിക്കും. രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ചാർജ് ആൻഡ് മാസ് ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും, ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് മാസും ആരാണ് ഡിസ്കവർ ചെയ്തതെന്നുള്ളതും 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓരോ മോഡൽസും പഠിക്കണം. പ്ലം പുഡിംഗ് മോഡൽസ്, റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും വളരെ ഇമ്പോർട്ടന്റ്. റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് പഠിക്കേണ്ട ആവശ്യമില്ല, മിസ് പറഞ്ഞതുപോലെ എൻജെ പറഞ്ഞതുപോലെ ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ. നെക്സ്റ്റ് യെസ്, അതേപോലെ ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് അങ്ങനെ ചോദിക്കാറുണ്ട്, അതിന്റെ ലിമിറ്റേഷൻസും ചോദിക്കാറുണ്ട്. രണ്ടും പഠിച്ചിട്ട് പോവുക. ഹൈഡ്രജൻ സ്പെക്ട്രം, റിഡ്ബർഗ് ഫോർമുല നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിക്കാം. റിഡ്ബർഗ് ഫോർമുല പഠിച്ചാൽ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ചോദിക്കും. ലാംഡ h/mv ഇക്വേഷൻ യൂസ് ചെയ്ത് വേവ് ലെങ്തോ അല്ലെങ്കിൽ സി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ എന്തായാലും ചോദിക്കും. NCERT-ൽ സോൾവ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട സോൾവ്ഡ് പ്രോബ്ലം NCERT-ൽ ഉണ്ട്, അതൊന്ന് നോക്കി പോയേക്ക്. യെസ്, ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. ക്വാണ്ടം നമ്പേഴ്സ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്തായാലും N-ന്റെയും L-ന്റെയും M-ന്റെയും S-ന്റെയും വാല്യൂ കാൽക്കുലേറ്റ്. ഇപ്പൊ സോഡിയം ആറ്റത്തിന്റെ വാലൻഷ്യൽ ഇലക്ട്രോൺ എഴുതിയിട്ട് അതിന്റെ N, L, M, S ഇത്രയും പറയുമല്ലേ. പോസിബിൾ ആയിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഏതാണെന്ന് ചോദിക്കും. 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാനും നിങ്ങൾക്ക് അറിയണം. പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, ഉറപ്പിക്കാം നിങ്ങൾക്ക്. റെഡി? യെസ്, അപ്പോൾ പോലീസ് എക്സ്ക്ലൂഷൻ, ഹൻസ് റൂൾ, ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഇത് മൂന്നിന്റെയും ഡെഫിനിഷൻ തീർച്ചയായും പഠിക്കണം. എന്താണ് റൂൾ എന്ന് അറിഞ്ഞിരിക്കണം. യെസ്, നെക്സ്റ്റിലേക്ക് പോകാം. മൂന്നാമത്തെ ചാപ്റ്റർ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈസി ആയിട്ട് 6-7 സ്കോർ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി പഠിക്കുക. അവിടെ മെന്റലീവിന്റെ ക്ലാസിഫിക്കേഷൻ, മോഡേൺ പീരിയോഡിക് ലോ, മെന്റലീസ് പീരിയോഡിക് ലോ 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ലോ ചോദിക്കും. അയോണൈസേഷൻ എൻതാൽപ്പിയിൽ എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നൈട്രജന്റെയും ഓക്സിജന്റെയും അയോണൈസേഷൻ എൻതാൽപ്പി, ബെർലിയത്തിന്റെയും ബോറോണിന്റെയും അയോണൈസേഷൻ എൻതാൽപ്പി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിക്കുക. അത് ഈ അയണൈസേഷൻ എൻതാൽപ്പി, അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതെല്ലാവരും എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഗ്രൂപ്പിലെയും പീരീഡിലെയും ട്രെൻഡ് അറിയണം. അതായത് ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കുന്നു, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള സ്കെയിലിന്റെ പേര് ചോദിക്കും. ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്താന്ന് ചോദിക്കും. അതിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒക്കെ എപ്പോഴും കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ടല്ലേ. ഇത്തവണ ചോദിച്ചത് ഓക്സിജനും സൾഫറുമാണ്. സോ ഫ്ലൂറിനും ക്ലോറിനും തന്നെ ചോദിക്കണമെന്നില്ല. എല്ലാ എക്സാമ്പിളും NCERT-ലെ കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെയാണ് പോയിന്റ്. NCERT-ൽ സ്പെസിഫൈ ചെയ്ത ഏത് എക്സാമ്പിളും ആവാം. അതാണ് പാറ്റേൺ മാറ്റം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ക്ലാസിഫിക്കേഷനിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ്. അതേപോലെ അവരുടെ ഡയഗണൽ റിലേഷൻഷിപ്പ്, ഇതിന്റെ റീസൺസ് സ്ഥിരം ചോദിക്കും 2 മാർക്കിന്. അടുത്തത് യെസ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറിയുമായിട്ട് ബന്ധപ്പെട്ട അമോണിയ ആൻഡ് വാട്ടർ മോളിക്യൂൾ സ്ഥിരമായിട്ട് ചോദിക്കും. PCl5 അമോണിയ വാട്ടർ മോളിക്യൂൾ, ഇത് മൂന്നിന്റെയും സ്ട്രക്ചർ ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഫെജാൻസ് റൂൾ ആൻഡ് ഡൈപോൾ മൂവ്മെന്റ്, അതായത് അയണിക് ബോണ്ടിലെ കൊവലന്റ് ക്യാരക്ടറും കൊവലന്റ് ബോണ്ടിലെ അയോണിക് ക്യാരക്ടറും ചോദിക്കും. അതിൽ ഡൈപോൾ മൂവ്മെന്റ് പഠിക്കുന്ന സമയത്ത് NH3യുടെയും NF3യുടെയും ഡൈപോൾ മൂവ്മെന്റ് പഠിക്കാതെ പോവരുത്. റെഡി അല്ലേ? നെക്സ്റ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ ചോദിക്കും. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പഠിക്കുക. ബോണ്ട് ഓർഡർ കാൽക്കുലേഷൻ, അതേപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്. അതിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ H2S is a gas while H2O is a liquid. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. H2S ഗ്യാസ് ആണ്, H2O ലിക്വിഡ് ആണ്, എന്തുകൊണ്ട് ചോദിക്കും. ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും, മറന്നു പോകരുത്. നെക്സ്റ്റ് യെസ്, തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ ആദ്യം സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും, വർക്കും അതേപോലെ എനർജിയും ഹീറ്റും പാത്ത് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടിയും അതിന്റെ അണ്ടറിൽ വരുന്ന കംപ്ലീറ്റ് എക്സാമ്പിൾസും പഠിക്കണം. കാരണം കുറെ അധികം പ്രോപ്പർട്ടീസ്
വന്നിട്ട് എക്സ്റ്റെൻസീവും ഇന്റൻസീവും ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും NCERT ഒരു കോളം കൊടുത്തിട്ടുണ്ട്, കോളം കൊടുത്തിട്ടാണ് എക്സ്റ്റെൻസീവ് ഇന്റൻസീവ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് കറക്റ്റ് എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ദെൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ്, SS ലോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂമറിക്കൽസ്. അത് SS ലോന്റെ ഡെഫിനിഷൻ ഇല്ലാതെ പ്രോബ്ലം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് പറയാം. SS ലോ എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്ന് അറിയണം. എൻട്രോപ്പി അതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ഗിബ്സ് ഫ്രീ എനർജിയുടെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. എൻട്രോപ്പിയുടെ യൂണിറ്റ് സ്ഥിരമായിട്ട് ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നുള്ള എൻട്രോപ്പിയുടെ യൂണിറ്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് യെസ് ആൻഡ് ഒരുപാട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് പ്രോബ്ലംസും ചോദിക്കും. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ΔG = ΔH - T∆S എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ഒരു റിയാക്ഷന്റെ സ്പോണ്ടേനിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത ഇക്വേഷൻ ആണ്. ΔG നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എന്നൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കാതെ പോകരുത്. നെക്സ്റ്റ് യെസ് അടുത്തത് ഇക്വിലിബ്രിയം ആണ്. തെർമോഡൈനാമിക്സ് കഴിഞ്ഞാൽ ഉടനെ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്താണെന്ന് എക്സാമ്പിൾ പഠിച്ചു പോകണം അല്ലേ? യെസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ, അതേപോലെ മക്കളെ KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ചോദിക്കാറുണ്ട്. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് അമോണിയ ഫോം ചെയ്യുന്ന റിയാക്ഷനിൽ അമോണിയയുടെ ഈൽഡ് കൂട്ടാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം, പ്രഷർ കൂട്ടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റിനും പഠിച്ചു പോവാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ന്യൂമറിക്കൽ റിലേറ്റഡ് ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ദെൻ അറീനിയസ് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്. നെക്സ്റ്റ് ഈസ് യെസ് ലോറി ബ്രോൺസൺ കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്, ലൂയിസ് കോൺസെപ്റ്റ്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ്. ഇത് മൂന്നിന്റെ ഡെഫിനിഷൻ പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക. അവരെന്ത് ചെയ്യുക? ലൂയിസ് ബേസ് ഏതാണ്, ലൂയിസ് ആസിഡ് ഏതാണ്, കുറച്ച് എക്സാമ്പിൾ തന്നിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറയും. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ലൂയിസ് ആസിഡ്, ഏതാണ് ലൂയിസ് ബേസ് എന്നൊക്കെ ചോദിച്ചാൽ. അതേപോലെ കോമൺ അയോൺ ഇഫക്റ്റും pHും ദെൻ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ദെൻ സോലുബിലിറ്റി ആൻഡ് സോലുബിലിറ്റി പ്രൊഡക്ട്സ്. അതിൽ മക്കൾ ഓർമ്മിക്കുക, സോലുബിലിറ്റി ആൻഡ് സോലുബിലിറ്റി പ്രോഡക്റ്റ് പഠിക്കാതെ പോകരുത്. അതിൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം സോലുബിലിറ്റിയും സോലുബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഒരു കാൽക്കുലേഷൻ, ഒരു ന്യൂമറിക്കൽസ് എന്തായിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. റെഡി അല്ലേ? അതേപോലെ റിഡോക്സ് റിയാക്ഷൻ ആണ് അടുത്ത ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്റർ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാലൻസിങ് ആണ്. രണ്ട് രീതിയിലും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും അതേപോലെ ഹാഫ് റിയാക്ഷൻ മെത്തേഡും. ഇനി ഒട്ടും സമയമില്ലാത്ത കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ബാലൻസിങ് എങ്കിലും പഠിക്കുക. കാരണം 3-4 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതും ലോസ് ചെയ്യുന്നതും വെച്ചിട്ട് എന്താണ് ഓക്സിഡേഷൻ റിഡക്ഷൻ? ക്ലാസിക്കൽ കോൺസെപ്റ്റ് പഠിച്ചിട്ട് പോകണം. ക്ലാസിക്കൽ കോൺസെപ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ ഓക്സിഡൈസിങ് ഏജന്റെയും റെഡ്യൂസിങ് ഏജന്റെയും അനലൈസ് ചെയ്യാൻ പറ്റണം. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പറും കാണാം. ഏത് സ്പീഷീസ് ആണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയത്, ഏത് സ്പീഷീസിനാണ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതൊക്കെ നോക്കിയിട്ട് ഓക്സിഡൈസിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ സ്ഥിരമായിട്ട് ചോദിക്കും. ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്ത് വാട്ടറും ഓക്സിജനുമായി മാറുന്ന റിയാക്ഷൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചങ്ങ് പോലെ. ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഏറ്റവും ഭയക്കുന്ന ചാപ്റ്റർ ആയിരിക്കും. യെസ്, ഇറ്റ്സ് കാറ്റിനേഷൻ പഠിക്കണം, ഹോമോലോഗ്സ് പഠിക്കണം. ആദ്യം അതിന്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഹോമോലോഗ്സിൽ 2 എത്തനോളും പ്രൊപ്പനോളൊക്കെ തന്നിട്ട് ഹോമോലോഗ്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. IUPAC നോമൻക്ലേച്ചർ മിക്കവാറും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. IUPAC നോമൻക്ലേച്ചർ എന്നുണ്ടാവാറ്. ഡിഫറെന്റ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് വിത്ത് എക്സാമ്പിൾ, ഡെഫിനിഷൻ ഓഫ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇലക്ട്രോമെറിക് എഫക്റ്റ് ആൻഡ് റെസൊണൻസ്. ഇവരുടെ ഒക്കെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഈസ് definition of hyperconjugation. Yes, carbocation stability, carbanion stability, free radical stability. ഇത് മൂന്നിന്റെയും സ്റ്റെബിലിറ്റി ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്നുള്ള ഓർഡർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചേക്ക്. അതേപോലെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ്. എന്തായാലും പ്യൂരിഫിക്കേഷൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് മക്കളെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ലെസയൻസ് ടെസ്റ്റ് ഉണ്ട്. ലെസയൻസ് ടെസ്റ്റ് ഫോർ നൈട്രജൻ, ലെസയൻസ് ടെസ്റ്റ് ഫോർ സൾഫർ, ലെസയൻസ് ടെസ്റ്റ് ഫോർ ഹാലോജൻ. ഇത് പഠിക്കാതെ പോവരുത്. 3 മാർക്കാണ്. നിങ്ങൾക്ക് ഉറപ്പിക്കാം 3 മാർക്ക്. ലെസയൻസ് എക്സ്ട്രാ ഉപയോഗിച്ച് ലെസയൻസ് ടെസ്റ്റ് ചെയ്യുന്നത് പഠിക്കാതെ പോവരുത്. റെഡിയാണ്? യെസ്. അടുത്തത് ഹൈഡ്രോകാർബൺ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ ആൽക്കീനും ആൽക്കൈനുമാണ് അവരുടെ പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. പ്രിപ്പറേഷനിൽ വുഡ്സ് റിയാക്ഷൻ പഠിക്കാതെ പോകരുത്. വുഡ്സ് റിയാക്ഷൻ, ആൽക്കൈൽ ഹാലൈഡുകൾ ആൽക്കൈനായി മാറുന്ന റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. അത് പഠിക്കാതെ പോകരുത്. നെക്സ്റ്റ് ഈസ് physical Markovnikov's rule, anti-Markovnikov's rule, ozonolysis, structures of benzene, preparation of benzene, electrophilic substitution reaction of benzene and Huckel's rule. Yes. അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നാളെ എക്സാം ഹാളിലേക്ക് കയറുക. ഏറ്റവും നന്നായിട്ട് എക്സാം എഴുതുക അല്ലേ? ഈ മുഴുവൻ പോയിന്റും പഠിക്കുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഈ മുഴുവൻ പോയിന്റും പഠിക്കുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അത് തന്നെയാണ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.
അതുപോലെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ഏതൊക്കെ കോണ്ടന്റുകളാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. ഏത് ചാപ്റ്റേഴ്സിലെ കോണ്ടന്റുകളാണ്, ഏത് ടൈപ്പ് കോണ്ടന്റുകളാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് മക്കൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.